നമസ്കാരം. അപ്പോൾ ഇന്ത്യൻ 2 വീണ്ടും വീണ്ടും ഇന്ത്യൻ 2 എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ കുറച്ച് അല്ല ഒരു പ്രേക്ഷകന്റെ റിവ്യൂവുമായിട്ടും ഒന്നാണ് തീർച്ചയായിട്ടും. പക്ഷെ അതിൽ പറയാനുള്ളത്, ഞാനിന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇന്ത്യൻ 2വിനെ കുറിച്ച് ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാ ഡയറക്ടറിന്റെ മാസ്മരികമായ നല്ലൊരു ചിത്രം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒത്തിരി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ശങ്കർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ വേറെ ലെവൽ ഒത്തിരി ചിത്രങ്ങൾ കണ്ടിറങ്ങി വന്ന മനുഷ്യരാണ്, കണ്ടിറങ്ങി വന്ന പ്രേക്ഷകരാണ് നമ്മൾ ഓരോരുത്തരും. തീർച്ചയായിട്ടും ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാ ഡയറക്ടറെ റെസ്പെക്ട് ചെയ്യേണ്ടത്. വീണ്ടും ഒരു സല്യൂട്ട്. ഒറ്റ സിനിമ കൊണ്ട് മാത്രം അളക്കാവുന്ന ഒരു വ്യക്തിയല്ല ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാ ഡയറക്ടർ എന്ന് തെളിയിച്ച് കഴിഞ്ഞതാണ്. വീണ്ടും വീണ്ടും ഓരോ ഡീഗ്രേഡ് അടിക്കുന്ന രീതിയിലുള്ള ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മുൻപുള്ള സിനിമകളെ കുറിച്ച് റിസർച്ച് നടത്തുന്നതല്ലാണ്. താത്താവരുത് എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഇങ്ങനെ ഓടിയൊക്കെ പോണാണ്. പക്ഷെ അത് അനിരുദ്ധിന്റെ ആ ഒരു സോങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ സമ്മതിക്കാം. ശരിക്കും ഈ പ്രേക്ഷകരോട് ഞാനും ജോയിന്റ് ആവുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാ ഡയറക്ടറിന്റെ മുൻപ് വന്നിരിക്കുന്ന ഒരു ചിത്രങ്ങളിലെ പോലും ആ ഒരു തലത്തിൽ ഈ ഒരു ചിത്രം എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം 100 വോൾട്ടേജിൽ ഞാനിപ്പോൾ പറയാണ്. പിന്നെ ഈ ഒരു ചിത്രം കണ്ടതിന് ശേഷം ഡീഗ്രേഡ് അടിക്കുന്ന മാമന്മാരോട് പറയുകയാണ്, വെറുതെ ആവശ്യമില്ലാതെ ഡീഗ്രേഡ് കുത്തിക്കേറ്റരുത്. ഈ ചിത്രത്തിന് ഒരു കാരണവശാലും ഡീഗ്രേഡ് അടിക്കരുത്. കാരണം ആ ഒരു ചിത്രം പ്രേക്ഷകർ പോയി കാണട്ടെ, കണ്ടതിന് ശേഷം അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ. നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാതെ തന്നെ ഡീഗ്രേഡ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി അത് വളരെ മോശമാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് ഇറക്കിയിരിക്കുന്ന ഈ ഒരു ചിത്രത്തെ ഡീഗ്രേഡ് നിങ്ങളുടെ ഈ വീഡിയോ മാത്രമായിട്ട് ഇറക്കുന്ന മാമന്മാരോട് പറയുന്നത്, വീഡിയോ മാത്രമായിട്ടില്ല, നിങ്ങൾ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായവും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പൊ ബാക്കിയുള്ള പ്രേക്ഷകർ കണ്ടിട്ട് അതിനെ വിലയിരുത്തട്ടെ. ആ ഒരു ചിത്രം കൂടി അവർ കാണട്ടെ. എല്ലാ പ്രേക്ഷകരും പോയി തിയേറ്ററിൽ ഈ ഒരു ചിത്രം കാണണം. ഡീഗ്രേഡ് കണ്ടതിന് ശേഷം നിങ്ങൾ ആ ഒരു തിയേറ്ററിൽ പോയി ആ ഒരു ചിത്രം കാണാണ്ടിരിക്കുക എന്നുള്ളൊരു അപേക്ഷയുണ്ട്. തീർച്ചയായിട്ടും വളരെ കഷ്ടപ്പാടുകളിലൂടെ സഞ്ചരിച്ചതിന് ശേഷമാണ് ഈ ഒരു സിനിമ ബിഗ് സ്ക്രീനിൽ നമ്മൾക്കൊക്കെ വേണ്ടിയിട്ട് ബിഗ് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും പോയി കാണണം. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ. അപ്പൊ തീർച്ചയായിട്ടും തിയേറ്ററിലെ റെസ്പോൺസിന് വേണ്ടിയിട്ട് പോയപ്പോൾ ഒരു ന്യൂ ജനറേഷൻ ഒരു പയ്യനൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പയ്യന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു കുറച്ച് വാക്കുകൾ കേട്ടായിരുന്നു. അത് നമുക്കൊന്ന് കേട്ടോക്കാം. ഇന്ത്യൻ ആദ്യ ഭാഗമാണോ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്ത്യൻ 2 ആണോ ഇഷ്ടപ്പെട്ടത്? ഇന്ത്യൻ 1 വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ചോദ്യത്തിന് വളരെ സത്യവത്തായ രീതിയിലാണ് ന്യൂ ജനറേഷൻ ആ ഒരു സുഹൃത്ത് നമുക്ക് തന്ന ഉത്തരം. ഇത് വേറൊരു ഇതിലുള്ളൊരു മൂവിയാണ്. കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ ആയിട്ടാണ് ഈ മൂവി എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കണ്ടിരിക്കാം, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള മൂവിയാണ്. കേട്ടില്ലേ ആ ഒരു ന്യൂ ജനറേഷൻ പയ്യൻ പറഞ്ഞത്? നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു മൂവി ആണ് എന്നുള്ള കാര്യമാണ് പച്ച മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നേരത്തെ ഒരു 10-15 മിനിറ്റ് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പിന്നെ കുറെ പിണങ്ങിയായിരുന്നു. ഈ ഒരു ചിത്രം കണ്ടായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഒരു സുഹൃത്ത് പറഞ്ഞത് വിശ്വസിക്കൂ, അദ്ദേഹം പറയണത് വിശ്വസിക്കൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണുക. ആ ഒരു ചിത്രം കണ്ടതിന് ശേഷം പ്രതികരിക്കുക. കാണാതെ ആരും ഡീഗ്രേഡ് അടിക്കുന്ന രീതിയിൽ ഒരു ചിത്രത്തെയും മോശത്താകുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു റിക്വസ്റ്റ് ആണ്. ശരിക്കും ശങ്കർ എന്ന് പറയുന്ന സംവിധായകന്റെ മഹാത്ഭുതങ്ങളിൽ ഒന്ന് എന്ന് പറയാമോ? ഇല്ല, അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് ഓരോ ചോദ്യത്തിനും മറുപടികൾ നൽകുന്നത്. കാരണം അദ്ദേഹം ഉലകനായകന്റെ ഒരു ഫാനാണ്, മഹാ ഡയറക്ടർ ശങ്കറിന്റെ ഒരു ഫാനാണ്. അത്തരത്തിലുള്ള ഒരു പ്രേക്ഷകനാണ് അദ്ദേഹം. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഇല്ല എല്ലാം സൂപ്പറായിരുന്നു. പക്ഷെ വളരെ കൃത്യതയോട് കൂടിയാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത്. അത്രയും ഞാൻ അങ്ങനെ പറയത്തില്ല. പക്ഷെ എന്നാൽ പോലും മേക്കിംഗ് വൈസ് ആണെങ്കിലും ഇപ്പൊ ഇന്ത്യൻ 1 വെച്ച് കമ്പയർ ചെയ്യും ഇന്ത്യൻ 2 വരുമ്പോഴത്തേക്കും വളരെയധികം ഒരു എന്താ പറയാ, നമ്മൾ ഇപ്പോഴത്തെ ടെക്നോളജീസും ഇതെല്ലാം യൂസ് ചെയ്തൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് കമ്പയർ. വീണ്ടും അദ്ദേഹം ഒരു സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. കാരണം ഇത്രയും സാങ്കേതിക വിദ്യ വളർന്നൊരു കാലത്ത് വളരെ വലിയ രീതിയിൽ വിഷ്വൽ ട്രീറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വീണ്ടും തുറന്നു പറഞ്ഞത്. ശരിക്കും മതിയായ ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു പവർഫുൾ വീഡിയോസ് ആണോ ഈ ഒരു ചിത്രം? നമ്മള് ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് ആ ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സിനിമയുടെ ആദ്യ ഭാഗം കംപ്ലീറ്റ്ലി വിഷ്വൽസ്, അതായത് മാജിക് ആണെന്നാണ് പറയുന്നത് സിനിമ. അതായത് ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാ ഡയറക്ടറുടെ വിഷ്വൽ ട്രീറ്റ് ഭയങ്കരമാണെന്നാണ് ആ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴുണ്ട് കമ്പാരിറ്റീവ് തേർഡ് പാർട്ടിന്റെ പ്ലോട്ട് ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത്തരം ആ ഒരു ചിത്രത്തെ കുറിച്ച് അദ്ദേഹം വളരെ വാല്യൂഡ് ആയിട്ട് പറഞ്ഞപ്പോൾ ഞാനൊരു സങ്കടത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അതായത് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യാജിഷിനെ റിജക്ട് ചെയ്തത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലുണ്ടായത്, അല്ലെങ്കിൽ അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെ ആഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഓപ്പൺ ആയിട്ടൊരു കാര്യം പറഞ്ഞു.
പ്രേക്ഷകർക്ക് വളരെ ഒരു സങ്കടം വന്ന ഒരു കാര്യമുണ്ട്. AR റഹ്മാൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് മാജീഷ്യനെ റിജക്ട് ചെയ്തത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ആക്ച്വലി സിനിമ ഫീൽ ചെയ്തിട്ടില്ല. അതിനോട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതിനെ ഞാൻ സ്വീകരിക്കുന്നില്ല. ആ ഒരു സുഹൃത്ത് പറഞ്ഞ അതൊരു നുണയായിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത്. കാരണം AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മാജിഷ്യനെ അതിൽ നിന്നും ഒഴിവാക്കിയതിനു ശേഷം അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യനെ അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു BGM, നല്ലൊരു മ്യൂസിക് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകന് പോലും സ്വീകരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മ്യൂസിക്കാണ് അതിൽ കുത്തിക്കയറ്റിയിരിക്കണമെന്ന് ഞാൻ ഓപ്പണായിട്ട് പറയും. തീർച്ചയായിട്ടും ഞാൻ മാത്രമല്ല, 100% ഒരു 88% പ്രേക്ഷകർ പറഞ്ഞൊരു കാര്യമാണ്. ഈ ഒരു കാര്യത്തോട് മാത്രം ഞാൻ യോജിക്കുന്നില്ല. അതൊരു നമുക്ക് അനിരുദ്ധ് മാജിക് എന്ന് പറയുന്നത് ഒരുപാട് വർഷമായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ശരിക്കും അദ്ദേഹം പറയുന്ന ഒരുപാട് വർഷങ്ങളായി അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ സോങ് കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ തീർച്ചയായും അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ ചെയ്ത ഒരു പാട്ടെങ്കിലും 2 മാസത്തിൽ കൂടുതൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു സോങ് പോലും സേവിങ് അല്ല തലച്ചോറിൽ. തീർച്ചയായിട്ടും അത് നമുക്ക് സ്വീകാര്യമായ രീതിയിലുള്ള ഉത്തരവല്ല. AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ 50 അല്ല 100 വർഷം കഴിഞ്ഞാൽ പോലും തലച്ചോറിൽ സേവിങ് ആണ് അദ്ദേഹത്തിന്റെ എല്ലാ സോങ്ങുകളും. ലിറ്ററലി ഒരിക്കലും അങ്ങനെ ഒരു നമുക്കിപ്പോ ഒരു ഇത് ഫീൽ ചെയ്തിട്ടേ ഇല്ല. നല്ല രീതി തന്നെയാണ്. ശരി, കാലഘട്ടത്തിനനുസരിച്ചുള്ള ചേഞ്ച് ആണോ ഈ അനിരുദ്ധ് എന്ന് പറയുന്ന മ്യൂസിഷ്യൻ നിലവിൽ ഈ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടും ഒരുപാടധികം സാങ്കേതികമായിട്ടാണ് ഇന്ത്യൻ ടു എടുത്തിരിക്കുന്നത്. ലിറ്ററലി അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള മ്യൂസിക് ട്രീറ്റ് തന്നെയാണ് ഈ മൂവി. വീണ്ടും സത്യസന്ധമായ രീതിയിലുള്ള ഒരു വാചകം അദ്ദേഹം പുറപ്പെടുവിച്ചു. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും അത് സ്വീകാര്യമാണ്. കാരണം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ആ ഒരു സംഗീതത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങളല്ല സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു കാലഘട്ടം അനുസരിച്ചിട്ടുണ്ടായ സാങ്കേതിക വിദ്യയുടെ വളർച്ച അനുസരിച്ച് ആ ഒരു മ്യൂസിക് ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിന് കുഴപ്പമില്ല എന്നുള്ളതാണ് ആ ഒരു പ്രേക്ഷകൻ, ആ ഒരു ന്യൂ ജനറേഷൻ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നു. AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ ആദ്യ ഭാഗത്തിലുള്ള ഓരോ പാട്ടുകളും ഈ ഒരു പാട്ടുമായി കമ്പയർ ചെയ്താൽ എന്താണ് അതിന് കിട്ടുന്ന ഒരു ആൻസർ? നല്ലതെന്നാണോ മോശമെന്നാണോ? ഇതിലൊരു പാട്ടിനേക്കാൾ ഉപരി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളെല്ലാം നല്ലതാണ്. പിന്നെ നമ്മൾ പാട്ടിനേക്കാൾ ഉപരി നമുക്ക് ആ ഒരു ക്യാരക്ടർ, ആ ഒരു മൂവിയിലെ ഒരു കമൽഹാസനെ കാണാനാണ് വന്നിരിക്കുന്നത്. അതെന്തായാലും കാണാൻ സാധിച്ചു. വീണ്ടും AR റഹ്മാനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം നമ്മളെ തോപ്പിച്ചു കളഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞു, ഉലകനായകൻ കമൽഹാസനെ കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ തിയേറ്ററിൽ വന്നത്, എനിക്ക് സോങ്ങിന് വലിയ പ്രാധാന്യമൊന്നും ഞാൻ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ മുമ്പിൽ നമ്മൾ തോറ്റുപോയി, ഒന്നും പറയാനില്ല. ഇഷ്ടപ്പെട്ടു. ശരിക്കും ഉലകനായകന്റെ ഒരു മാസ് ചിത്രം എന്ന് പറയാമോ? പറയാം. പിന്നെ ഈ ലോജിക്ക് നോക്കി നടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ നല്ല മൂവിയാണ്. അദ്ദേഹത്തിന് ഈ ഒരു ചിത്രം ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വീണ്ടും തുറന്നു പറഞ്ഞത്. AI സാങ്കേതിക വിദ്യയിലൂടെ നമ്മളിൽ നിന്ന് അകന്നുപോയ ഒത്തിരി നടന്മാരെ വീണ്ടും ബിഗ് സ്ക്രീനിൽ തിരിച്ചെത്തിച്ചിരിക്കുകയാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നെടുമുടി വേണു സാറൊക്കെ വന്നു കഴിഞ്ഞാൽ ബിഗ് സ്ക്രീനിൽ എത്തിയപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? വീണ്ടും ഞാനൊരു ചോദ്യം ചോദിച്ചു. AI സാങ്കേതിക വിദ്യയിലൂടെ നെടുമുടി വേണു, വിവേക് അങ്ങനെ തുടങ്ങിയവരെ എല്ലാവരും വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തിച്ചൊരു ചിത്രം കൂടിയാണ് ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഈ ഒരു ചിത്രം. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോ മനോബാല സാറാണെങ്കിലും വിവേക് സാറാണെങ്കിലും നെടുമുടി വേണു സാറാണെങ്കിലും ഇവരെല്ലാവരെയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും അതൊരു AI ആണെന്ന് ഫീൽ ചെയ്തിട്ടില്ല. ശരിക്കും ഒരു AI സാങ്കേതിക വിദ്യയാണെന്നുള്ള കാര്യം ഫീൽ ചെയ്തില്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞത്. ഒറിജിനൽ ഫീലിംഗ് ആണ്. തീർച്ചയായിട്ടും എസ്പെഷ്യലി മനോബാല സാറാണെങ്കിൽ കറക്റ്റ് അതുപോലെ തന്നെ രോമാഞ്ചം. തീർച്ചയായിട്ടും നമ്മൾ മലയാളി ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി തോന്നി. ശരിക്കും നെടുമുടി വേണു സാറിനെ വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തിച്ചതിന് ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടായി എന്നാണ് ആ ഒരു പ്രേക്ഷകൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു റിക്വസ്റ്റ് ആണ്, ഇതൊരു പ്രേക്ഷകരായിട്ട് നിങ്ങൾ കരുതണം. ഈ ഒരു ചിത്രത്തിന്റെ ഡീഗ്രേഡ് വീഡിയോസ് കണ്ടതിന് ശേഷം തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ലാതിരിക്കുന്ന വളരെ മോശവത്തായ കാര്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു ചെറിയ തുക മുടക്കി നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ ഈ ഒരു ചിത്രം കാണണം. കണ്ടതിന് ശേഷം നിങ്ങൾ പ്രതികരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വീകാര്യമാണോ അല്ലേ എന്നുള്ള കാര്യം ഒത്തിരി റിവ്യൂസിന് ശേഷം മാത്രം കാണാണ്ടിരിക്കരുത്. റിവ്യൂസ് കണ്ടതിന് ശേഷം മാത്രം കാണാണ്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളും പോയി തിയേറ്ററിൽ കാണണം. അപ്പോൾ വീണ്ടും അത് കണ്ടതിന് ശേഷം ഒത്തിരി കമന്റ്സുകൾ വെയിറ്റ് ചെയ്യുന്ന ഐ ആം വെയിറ്റിംഗ്.